യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മളിപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കോവിഡിന്റെ പശ്ചാത്തലമാണ്. ഇതിന്റെ ഒന്നാം തരംഗം നമ്മൾ അഭിമുഖീകരിച്ചതാണ്, നേരിട്ടതാണ്. കോവിഡിന്റെ രണ്ടാം തരംഗവും മൂന്നാം തരംഗവും ഇന്ത്യയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അനേകം ആയിരം ആളുകൾ ഓരോ ദിവസവും മരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഭീതിദായകമായ അനുഭവത്തോടു കൂടിയാണ് ഓർക്കുന്നത്. സുഖ ദുഃഖ സമ്മിശ്രങ്ങളുടെ അനുഭവങ്ങളിലാണ് വസിക്കുന്നത്. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കുള്ളത് അത് അത്ര കണ്ട് സന്തോഷിപ്പാൻ വകയില്ലാത്ത വണ്ണം ഇന്നത്തെ ഭാരതത്തിന്റെ പശ്ചാത്തലം മാറിപ്പോയിരിക്കുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം തന്നെ രോഗഗ്രസ്തരായി പിടഞ്ഞ് മരിക്കുകയാണ്. ഹോസ്പിറ്റലുകളിൽ വേണ്ട സൗകര്യമില്ലാതെ ആളുകൾ മരണപ്പെടുകയാണ്. ഹൈന്ദവ ആചാരപ്രകാരം അവരുടെ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്നതിന് ആവശ്യമായ വിറക് പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഈ ഇടയ്ക്ക് കേൾക്കാനായിട്ടിടയായി. അത് ശരിയാണ് എങ്കിൽ എത്രമാത്രം ദാരുണമായ ഒരു അനുഭവമാണ് ഇന്ത്യ മഹാരാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി പോലും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നിർവഹിക്കപ്പെടുകയുണ്ടായി. വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും രൂക്ഷ വിമർശനമാണ് അഴിച്ചുവിടുന്നത്. എന്ത് തന്നെ ഇന്ത്യക്കുള്ളിലുള്ളവരും ഇന്ത്യക്ക് വെളിയിലുള്ളവരും പറഞ്ഞാലും നാം ഓരോരുത്തരും ഇതിന്റെ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലാതെ ഒന്നിനും നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൂടെ ഒരുപക്ഷെ ഞാനും നിങ്ങളും വന്നു ചേർന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലുകളിൽ മതിയായ ബെഡില്ല, വരുന്ന രോഗികൾക്ക് മതിയായ വെന്റിലേറ്റേഴ്സ് ഇല്ല, ആവശ്യത്തിന് അനുസരിച്ച് വാക്സിൻസ് കൊടുക്കാനായിട്ട് സംവിധാനമില്ല. ഒരു വല്ലാത്ത ദുഷ്കരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഈ സമയത്താണ് ഓരോ മനുഷ്യന്റെ മനസ്സിലെ നന്മയെ കൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. ചില ദിവസങ്ങൾക്ക് മുമ്പിൽ മാധ്യമത്തിലൂടെ വന്ന ഒരു വാർത്ത, ഇന്ത്യയിൽ നിന്നും കോവിഡിനെ ഭയന്ന് ചില പണച്ചാക്കുകൾ കുടുംബസമേതം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ലണ്ടനിൽ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന മറ്റൊരു സംഭവം കേൾക്കാനായിട്ട് ഇടയായി. ഒരു വയോധികനായ മനുഷ്യൻ ചെറുപ്പക്കാരനായ ഒരാൾക്ക് വേണ്ടി തന്റെ കിടക്ക ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ചികിത്സിക്കപ്പെടട്ടെ എന്ന്. കുഞ്ഞുമക്കളും ഭാര്യയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം യൗവനക്കാരനാണ്, ഞാൻ വയോധികനാണ്, അതുകൊണ്ട് ഞാൻ ഈ കിടക്ക ആ ചെറുപ്പക്കാരന് നൽകുകയാണ്. അധികൃതർ അവസാനം നിർബന്ധത്തിന് വഴിപ്പെട്ടു. അവർ സമ്മതിച്ചു. ഭവനത്തിലേക്ക് വയോധികൻ ഡിസ്ചാർജ് ഷീറ്റ് മേടിച്ച് മടങ്ങിപ്പോയി. തൊട്ടടുത്ത ദിവസം മരണപ്പെടുകയുണ്ടായി. പ്രിയമുള്ളവരെ, രണ്ട് ശ്രദ്ധേയമായ വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. എല്ലാ സൗകര്യങ്ങളും അവർ അവരുടേതായ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വയോധികനായ ഒരു മനുഷ്യൻ തൻ്റെ കിടക്കയിൽ മറുവശത്തേക്ക് മുഖം തിരിച്ച് കിടന്നതല്ല, കടന്നു വന്ന ചെറുപ്പക്കാരന് അഭിമുഖമായി മുഖം തിരിച്ചുകൊണ്ട് അവിടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞു, എന്റെ കിടക്ക ഈ ചെറുപ്പക്കാരനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഇവിടെ കിടത്തി ചികിത്സിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, എന്ത് ആദരവർഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പണച്ചാക്കുകൾ ലണ്ടനിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ഒരു വയോധികനായ മനുഷ്യൻ ജീവിതത്തിന്റെ ചില ഗുണപാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ധ്യാനത്തിനായിട്ട് എടുത്തത്. ഈ വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്. കർത്താവ് എപ്പോഴാണ് ഇത് ശിഷ്യന്മാരോട് പറയുന്നത്? കർത്താവ് പറയുന്നത് ഒലിവുമല പ്രഭാഷണത്തിൽ വെച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങൾ ഒലിവുമല പ്രഭാഷണം എന്ന് അറിയപ്പെടുന്നതായ ശ്രദ്ധേയമായ ക്രിസ്തുവിന്റെ പ്രഭാഷണമാണ്. യേശു കർത്താവ് ജെറുസലേമിലേക്ക് കഴുതക്കുട്ടിമേൽ യാത്ര ചെയ്തു വന്നു. തുടർന്ന് ദേവാലയം ശുദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോവുകയും അവിടെ വെച്ച് സുപ്രധാനമായ ചില വിഷയങ്ങൾ പറയുകയും ചെയ്തു. പിന്നീട് പെസഹ കഴിച്ചു. പിന്നീട് ക്രൂശിന്റെ അനുഭവങ്ങളിലേക്ക് ക്രിസ്തു പോവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള യേശു കർത്താവിന്റെ ഒരു പ്രസംഗമാണ്, ഡിസ്കോഴ്സ് ആണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തി കാണുന്നത്. 25-ാമത്തെ അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾക്ക്
കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്നുള്ളതാണ്. അവൻ നീതിമാന്മാരെയും നീതികെട്ടവരെയും ന്യായം വിധിക്കുവാൻ വേഗം വരുന്നവൻ എന്നാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു ആശയം കാത്തിരിക്കുക എന്നുള്ളതാണ്. യു മസ്റ്റ് വെയിറ്റ് ഫോർ ദ ലോർഡ്, യു മസ്റ്റ് വെയിറ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. 2 ഉപമകൾ ഇതിനു മുമ്പായിട്ട് പറയുന്നുണ്ട്. ഒന്ന് 10 കന്യകമാരുടെ ഉപമയാണ്, പാരബിൾ ഓഫ് ദ 10 വെർജിൻസ്. രണ്ടാമത് 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമയെക്കുറിച്ചാണ്, പാരബിൾ ഓഫ് ദ ടാലൻസ്. അത് കഴിഞ്ഞിട്ടാണ് 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ സകല ജാതികളെയും രണ്ടായി തിരിച്ചുകൊണ്ട്, നീതിമാന്മാരെയും നീതികെട്ടവരെയും രണ്ടായി തിരിച്ചുകൊണ്ട് ഒരു ന്യായവിധിയുടെ ചിന്താധാരകൾ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. അതുവരെയും യു ഹാവ് ടു വെയിറ്റ് ടിൽ ദ ഡേ, അതുവരെയും നിങ്ങൾ കാത്തിരിക്കുക എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് 25-ാമത്തെ അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമയാണെങ്കിലും താലന്തുകളുടെ ഉപമയാണെങ്കിലും 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കാത്തിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വെയിറ്റിംഗ് ഫോർ ദ ലോർഡ് ടു റിട്ടേൺ, കർത്താവിന്റെ മടങ്ങി വരവിനു വേണ്ടി, പുനരാഗമനത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ വാക്യം നമുക്ക് ഓരോ വാക്യങ്ങൾ ധ്യാനിച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതുന്നു. ഓരോ വാക്യങ്ങളും ധ്യാനിക്കുക എന്ന് പറയുന്നത് തന്നെ എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. വെളിപാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഈ പ്രവചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ് എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം, പ്രവചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടവരാണ്. 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഓരോ വാക്യങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ്, റാപ്ചറിനെ കുറിച്ചല്ല, അഥവാ ഉൽപ്രാവണത്തെ കുറിച്ചല്ല, മറിച്ച് ഈസ് കമ്മിങ് ഇൻ ഗ്ലോറി, അവന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് പറയുന്നതായ ഒരു കാര്യമാണ്. ഇപ്പോൾ യേശു കർത്താവിനെ നമ്മൾ കാണുന്നത് ഒരു സഹനദാസനായിട്ടാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ കഷ്ടപ്പെടുന്ന ഒരു ദാസൻ, ഒരു സഫറിംഗ് സെർവന്റ് ആയിട്ടാണ് യേശു കർത്താവിനെ കാണുന്നത്. അവൻ ലോകത്തിലേക്ക് കടന്നു വന്നത്, അവൻ ഒരു മെസ്സിഹായായി കടന്നു വന്നത്, ദാവീദിന്റെ സിംഹാസനം സ്ഥാപിച്ച് രാജ്യം അവകാശമാക്കി അവൻ ഇവിടെ തൻ്റെ വിശ്വസ്തരുമായി വസിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിന്റെ ദിവ്യമായ സ്നേഹം ഒരു കഷ്ടദാസനിലൂടെ, സഹനദാസനിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദിവ്യമായ സ്നേഹത്തെ എല്ലാവർക്കുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കപ്പെടുന്നതിന് വേണ്ടി, എല്ലാവരും അവന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ യാഗമായി തീരുന്നതിന് വേണ്ടിയാണ് കടന്നു വന്നത്. എന്നാൽ ഇനി കർത്താവ് വരുന്നത് ഒരു സഹനദാസനായിട്ടല്ല, ഒരു ബലഹീന കുഞ്ഞാടായിട്ടല്ല, മറിച്ച് അവൻ സകല ദൂതന്മാരുമായി അധികാരത്തോടുകൂടെ കടന്നു വരുമെന്നത്രേ പറഞ്ഞിരിക്കുന്നത്. 32-ാമത്തെ വാക്യം, സകല ജാതികളെയും അന്ന് അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കും പോലെ വേർതിരിച്ച്, അഥവാ ഒരു വേർതിരിവിൻ്റെതായ ഒരു സന്ദർഭമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഇതൊരു കൃപായുഗമാണ്, നമുക്കറിയാം. കൃപായുഗം എന്ന് പറയുമ്പോൾ അത് നൽകിയിരിക്കുന്ന ആശയം നമുക്ക് മാനസാന്തരപ്പെടാനും അഥവാ സുവിശേഷത്തിൽ വിശ്വസിക്കാനും മാനസാന്തരപ്പെടുവാനുമുള്ള അവസരമായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് അവന് വേണ്ടി ജീവിക്കുവാൻ അനേകരോട് അവന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവന്റെ ജീവസാക്ഷികളായി നിൽക്കുന്നതിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ് ഇത്. ഇനി വരുവാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ന്യായവിധിയുടെ ഒരു കാലഘട്ടമാണ്. അവൻ അന്ന് ലോകത്തിലുള്ള സകലരെയും അവൻ ന്യായം വിധിക്കുന്നതിന് വേണ്ടി തന്റെ മുമ്പാകെ അവൻ കൂട്ടിവരുത്തും എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളെയും, all nations before him will be gathered, all the nations, and he will separate people one from another
as a shepherd separates the sheep from the goats. അവൻ ഒരു ഇടയൻ എങ്ങനെയാണോ ആടുകളെ വേർതിരിക്കുന്നത്. 33-ാമത്തെ വാക്യം മലയാളം വേദപുസ്തകത്തിൽ 33-ാമത്തെ വാക്യത്തിൽ ചെമ്മരിയാടുകളെ തന്റെ വലതും കോലാടുകളെ ഇടത്തും നിർത്തും. ഒരു ഇടയനെ കുറിച്ച് ഈ വേദഭാഗത്തെ പറയുന്നുണ്ട്. ആ ഇടയനും ചെമ്മരിയാടും കോലാടും ഒന്നും അത്ര പ്രസക്തമായ വിഷയമല്ല. ഈ കർത്താവ് നമ്മെക്കുറിച്ച് പറയുന്നതായ വേദഭാഗമാണ്. ആടുകളുടെ ഒരു അനലോജി നമ്മുടെ മുമ്പാകെ, ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുമ്പാകെ വെക്കുന്നു എന്ന് മാത്രം. ഇവിടെ ചെമ്മരിയാടാണോ കോലാടാണോ അതിന്റെ പ്രത്യേകതകൾ എന്തെന്നുള്ളതും ഈ വേദഭാഗത്ത് യാതൊരു പ്രാധാന്യവും അർഹിക്കുന്നതല്ല. ചില ആശയങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇടയന്റെ പിന്നാലെ അനുധാവനം ചെയ്യുന്നവയാണ് ചെമ്മരിയാടുകൾ അല്ലെങ്കിൽ ഷീപ്പ് എന്ന് പറയുന്നത്. കോലാടുകൾ ഒരുപക്ഷെ ഇടയന്റെ മുന്നമേ കയറി ഓടി മുന്നമേ കയറി ഒരുപക്ഷെ സഞ്ചരിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെയുള്ള അന്തരം, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒക്കെ ഒരു പക്ഷേ നമുക്ക് പറയാം എന്ന് വരികിലും ഈ വേദഭാഗത്ത് അതിന് യാതൊരു സാധ്യതയുമില്ല. ഈ കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയാണ് ഈ വേദഭാഗം എടുത്തിരിക്കുന്നത്. എന്നാൽ ഒരു കീ വേർഡ് ഇവിടെയുണ്ട്, ഷെപ്പേർഡ് എന്നുള്ളത്. യേശു കർത്താവ് ഒരേ സമയം ഷെപ്പേർഡാണ്. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 34-ാമത്തെ വാക്യം, രാജാവ് തന്റെ വലത്ത് ഉള്ളവരോട് അരുളി ചെയ്യും. രണ്ടാമത്തെ ഒരു ടെർമിനോളജി യേശുക്രിസ്തുവിനെ ഉപയോഗിക്കുവാൻ നൽകിയിരിക്കുന്ന മറ്റൊരു വേർഡ്, ഒന്ന് ഷെപ്പേർഡ് നമ്മൾ കണ്ടു, രണ്ടാമത് രാജാവ്, കിങ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള കിങ്ഷിപ്പിനെ കുറിച്ച് ഇവിടെ തന്റെ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തി പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചേരുന്നത് പൂർവ്വപിതാവായ ദാവീദിലാണ്. യഹൂദ ജനം വിശ്വസിച്ചത് ഇശായിയുടെ വേരിൽ നിന്നും പൊട്ടി മുളയ്ക്കപ്പെടുന്ന മുളയായിട്ടാണ്. അതുകൊണ്ട് ദാവീദിന്റെ വംശജൻ, ഇവൻ മെസ്സിഹായാണ്, ഇവൻ നമുക്ക് വേണ്ടി രാജ്യം അവകാശമാക്കും എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അന്ന് കർത്താവ് ഒരു സഹനദാസനായിട്ടാണ് കടന്നു വന്നത്. ഇനി കർത്താവ് വരുന്നത് പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദാവീദിന്റെ സിംഹാസനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കടന്നു വരും. ഒരേ സമയം ആട്ടിടയനും രാജാവുമായിരുന്നവനാണ് ദാവീദ് എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് ദാവീദ് രാജാവിന്റെ സിംഹാസനം അവൻ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി തന്നിൽ വിശ്വസിച്ചതായ ജനത്തിന് താൻ തന്റെ രാജ്യം ഒരുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് അവൻ നിറവേറ്റുവാൻ മതിയായവനാണ് എന്ന് വിശുദ്ധ മത്തായി ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും. ഇവിടെ ഒരു വാക്ക് വലതുവശത്ത് ഉള്ളത്, ഓൺ ഹിസ് റൈറ്റ് സൈഡ്, വലതുവശത്തുള്ളവർ, അത് ഒരുപക്ഷെ പ്ലേസ് ഓഫ് ഓണർ, ഒരു ആദരവിന്റെ ഇടമായിട്ടാണ് വലതുവശത്തെ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് ക്രൂശിലെ കള്ളൻ പറുദീസയിലേക്ക് ക്ഷണിക്കപ്പെട്ടവൻ വലതുവശത്തെ കള്ളനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കപ്പെടുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതില്ല. കാരണം പ്ലേസ് ഓഫ് ഓണർ എന്നുള്ള അടിസ്ഥാനത്തിൽ ചിന്തയിലാണ് പറുദീസയിലേക്ക് ക്ഷണിക്കപ്പെട്ട കള്ളൻ വലതുവശത്തെ കള്ളനായിരിക്കാം എന്ന് ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനം. എന്തു തന്നെ ആയിരുന്നാലും ഈ വേദഭാഗത്ത് പറയുകയാണ്, അവൻ ചെമ്മരിയാടുകളെ അവൻ വലതുഭാഗത്തേക്ക് അവരെ ചേർത്ത് നിർത്തുകയാണ്. തന്റെ വലതുവശത്തേക്ക് അവൻ അവരെ കൂട്ടി നിർത്തിയതിനു ശേഷം അവരോട് പറയുന്നതായ സുപ്രധാനമായ ഒരു ഫ്രേസ് ഉണ്ട്, ഒരു വാചകം ഇങ്ങനെയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബ്ലെസ്സഡ് വൺസ് ബൈ മൈ ഫാദർ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുപക്ഷെ ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കുന്ന വാക്കാണ് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. യേശു കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരുപക്ഷെ കേൾക്കേണ്ടതായ ഒരു ശബ്ദമാണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള കർത്താവിന്റെ സ്വരം. ഈ ശബ്ദം കേൾക്കുന്നവർ, കർത്താവിന്റെ വലതുഭാഗത്തുള്ളവർ, അവർ കർത്താവിനോടൊപ്പം രാജ്യം അവകാശമാക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും രാജ്യം അവകാശമാക്കുമ്പോൾ, അതിനുവേണ്ടി ക്ഷണിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്ന അതിമനോഹരമായ സുപ്രധാനമായ ഒരു വചനമാണ്, ഒരു ഇൻവിറ്റേഷൻ ആണ് ഇവിടെ പറയുന്നത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ,
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എത്ര വലിയ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ കാത്തിരിക്കുന്നവർ. ബുദ്ധിയുള്ള 5 കന്യകമാർ, താലന്തുകളുടെ ഉപമയിൽ ആദ്യത്തെ 2 ദാസന്മാർ. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ചെമ്മരിയാടുകൾ, വലതുഭാഗത്തുള്ളവർ, അവരെ പിന്നീട് പറയുന്നുണ്ട് നീതിമാന്മാർ. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നതായ അവകാശം, അവരെ വിളിക്കുന്നതായിട്ടുള്ള പേര്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ, ഇത് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവീൻ. Come you who are blessed by my Father, inherit the kingdom prepared for you from the foundation of the world. ലോകസ്ഥാപനം, ലോകത്തിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നവർ, നന്മ പ്രവർത്തിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, നീതി ഉള്ളവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം അവൻ നിറവേറ്റുവാൻ മതിയായവനാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒരു റിലേഷൻഷിപ്പ് കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഉള്ള എല്ലാവർക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുവാനായിട്ട് പോകുകയാണ് എന്ന് ഈ വേദഭാഗം പറയുകയാണ്. ഇവിടെ പറയുന്നു രാജ്യം അവകാശമാക്കുന്നതിന് വേണ്ടി എന്താണ് ഇവരിൽ കണ്ട പ്രത്യേകതകൾ. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, ആ ക്ഷണം നൽകുമ്പോൾ അതിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ പരിചയം ഉണ്ടാകണം, കുടുംബാംഗമായിരിക്കണം, ഏതെങ്കിലും തരത്തിൽ വിവാഹം നടക്കുന്ന ഭവനവുമായി ക്ഷണിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു ബന്ധമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹിതനാകാം, സുഹൃത്താകാം, അപ്രകാരം ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ക്ഷണിക്കപ്പെടുന്നവർക്ക് ഉള്ളതായ പ്രത്യേകതകൾ എന്താണ് എന്നത്രേ 35 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 6 acts of compassion, കരുണയുടെ 6 പ്രവൃത്തികളെ കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. പ്രിയമുള്ളവരെ, 6 പ്രത്യേകതകളാണ് ഈ വലതുഭാഗത്ത് ഉള്ളവരിൽ ഈ കർത്താവ് കണ്ടത്. കർത്താവിന്റെ 2ാമത്തെ വരവിങ്കൽ വളരെ ശ്രേഷ്ഠതയുള്ളതായി, പ്രത്യേകതയുള്ളതായി കണ്ടത് അവരിലുള്ള 6 പ്രത്യേകതകളാണ്. ഈ 6 പ്രത്യേകതകളാണ് ഈ വേദഭാഗത്ത് ഇപ്പോൾ ഈ കർത്താവ് ഈ നീതിയുള്ളവരോട്, അല്ലെങ്കിൽ ഈ വലതുഭാഗത്തുള്ളവരോട് പറഞ്ഞത്. പ്രിയമുള്ളവർ, ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത്. കോവിഡ് രോഗിയായ ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കിടക്കയില്ലാതെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ വയോധികനായ മനുഷ്യനെ ചുമരോടെ മുഖം തിരിച്ചു വേണമെങ്കിൽ കിടക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം ആ ചെറുപ്പക്കാരന് നേരെ അദ്ദേഹം തിരിച്ചു. എന്നതിന് ശേഷം പറഞ്ഞു, ഈ ബെഡ് നിങ്ങൾക്ക് എടുക്കാമെന്ന്. അധികൃതരോട് പറഞ്ഞു, ഞാൻ ഈ ബെഡ് ഒഴിയുകയാണ്, എന്നെ ഡിസ്ചാർജ് ചെയ്യണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ലോകത്തിൽ നന്മയുള്ളവർ ധാരാളമുണ്ട്. അതുകൊണ്ട് ഒരു സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേർതിരിവിൻ്റെതായ അനുഭവം കർത്താവ് നിർവഹിക്കുമ്പോൾ, സകല ജാതികളെയും അവൻ 2ആയിട്ട് തിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ഇഷ്ടം ചെയ്തായ മക്കൾക്ക് വേണ്ടി അവൻ രാജ്യം അവകാശമാക്കി കൊള്ളുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും അവൻ ക്ഷണിക്കും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർ കേൾക്കും, യാതൊരു സംശയമില്ല. നമ്മൾ മറ്റുള്ളവരെ കരുതിയത്, മറ്റുള്ളവരെ സ്നേഹിച്ചത്, വിശന്നിരുന്നവരെ ഊട്ടിയത്, ദാഹിച്ചിരുന്നവർക്ക് ദാഹജലം പകർന്നു കൊടുത്തത്, കാരാഗൃഹത്തിൽ അകപ്പെട്ടവരെ അവരെ സന്ദർശിച്ചത്, പ്രിയമുള്ളവരെ രോഗികളെ സഹായിച്ചത്, ശുശ്രൂഷിച്ചത് ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിലെ ആരെങ്കിലും ആയിരിക്കാം, പ്രായം ചെന്ന മാതാപിതാക്കളായിരിക്കാം. ചില ആളുകൾ അപ്പന്മാരെയും അമ്മമാരെയും അനാഥാലയങ്ങളിൽ കൊണ്ടിട്ടിട്ട് പോകാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒക്കെ അനുഭവിക്കുവാനായിട്ട് പോകുന്ന കർത്താവിനോട് കൂടെയുള്ള ഒരു മില്ലേനിയം ഇയർ, 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ കാത്തിരിപ്പിന്റെ ഈ പ്രക്രിയയിൽ ചെയ്യേണ്ടതായ ചില ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ ഈ വേദഭാഗത്തെ പറയുന്നത്.
37 വാക്യം വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. ഈ വലതുഭാഗത്തുള്ളവർ അഥവാ ഈ നീതിമാന്മാർ അവനോട് ചോദിക്കുകയാണ്, കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടിപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. വളരെ രസകരമായ ഒരു വിഷയമാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഇവർക്കറിയില്ല എപ്പോഴാണ് സഹായിച്ചത് എന്നുള്ളത്. പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ സഹായം ഒരുപക്ഷെ എഴുതി ലേബൽ ചെയ്ത് അനൗൺസ് ചെയ്ത് ഒരുപക്ഷെ പരീശന്മാരെ പോലെ 10 പേർ അറിയത്തക്കവണ്ണം അതിനെ വ്യാഖ്യാനിച്ചും അറിയിച്ചും പബ്ലിഷ് ചെയ്തും ഒക്കെ നടക്കുമ്പോൾ നീതിമാന്മാർ അല്ലെങ്കിൽ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കുന്നവരായ ഇവർ എപ്പോഴാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത്, ക്രിസ്തുവിന് വേണ്ടി അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അപ്പോഴാണ് അവർ അറിയുന്നത്. കഴിഞ്ഞ നാളുകളിൽ സാധാരണപ്പെട്ടവരോട്, പാവപ്പെട്ടവരോട്, ഒരു നിവൃത്തിയുമില്ലാത്തവരോട്, ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടവരോടൊക്കെ കരുണ കാണിച്ചപ്പോൾ, തണുപ്പിന്റെ ഒരു രാത്രിയിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം പകർന്നു കൊടുത്തപ്പോൾ, ഒരു പുതപ്പ് കൊടുത്തപ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. അതാണ് കർത്താവ് വേദഭാഗത്ത് പറയുന്നത്. കാത്തിരിക്കുമ്പോൾ കാത്തിരിപ്പിന്റെ ഇടയിൽ വിരസതയല്ല, കാത്തിരിപ്പിന്റെ ഇടയിൽ ഉറക്കമല്ല. നിലത്ത് കൊണ്ടുപോയി താലന്ത് കുഴിച്ചിട്ട മടിയനും അലസനുമായ ദാസനെ പോലെയല്ല ഞാനും നിങ്ങളും ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ മക്കൾക്കായിട്ട്, ആവശ്യങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രതിഫലം സ്വർഗത്തിൽ അത് കുന്നുകൂടുകയാണ്, സ്വർഗത്തിൽ വർദ്ധിക്കുകയാണ്. സ്വർഗത്തിൽ വളരുന്നതായ ഒരു സമ്പാദ്യത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഈ ലോകത്ത് നന്മ ചെയ്യണം എന്നുള്ളത് ഈ വേദഭാഗത്തെ പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി, കർത്താവ് ഇവിടെ ഒരു ഷെപ്പേർഡായിട്ടും ഒരു കിങ് ആയിട്ട് നമ്മൾ കണ്ടു. മാത്രമല്ല അവൻ ഒരു ജഡ്ജ് കൂടെയാണ്, ന്യായാധിപൻ കൂടെയാണ്. അവൻ ന്യായം വിധിക്കുന്നവനായ ഒരു ദൈവം കൂടെ ആയിട്ടാണ് വേദഭാഗത്തെ പറയുന്നത്. കർത്താവ് പറയുകയാണ് 40-ാമത്തെ വാക്യത്തിൽ, രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർ, ആരാണ് സഹോദരങ്ങൾ? കൂടപ്പിറപ്പുകൾ മാത്രമാണോ? പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ എല്ലായിടങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ സഹോദരന്മാർ അടുത്ത് വേദനപ്പെട്ട് കിടക്കുമ്പോൾ സുഖത്തോടെ ക്ഷേമത്തോടുകൂടെ വസിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലണ്ടനിലേക്ക് അവരുടെ കാശിന്റെ പണത്തിന്റെ മുഴുപ്പിൽ അവർ ഇവിടുന്ന് പറന്ന് പോയെന്ന് വരികിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ഒരു പക്ഷേ വേദനിക്കപ്പെടുന്നവരോടുകൂടെ വേദനിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് ഒരു സഹനദാസനായിട്ടാണ് നമുക്ക് നമ്മുടെ മുമ്പാകെ കാണിച്ചു തന്നത്. തടവിലായിരിക്കുന്ന അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് ഒരു പക്ഷേ അനേക ആളുകൾ തെറ്റ് ചെയ്യാതെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. ഈയിടയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ തടവിലാക്കിയതിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈയിടയ്ക്കും കേൾക്കുവാനായിട്ടിടയായി അദ്ദേഹത്തിന് കോവിഡ് വന്നു എന്നും സുപ്രീം കോടതി ഇടപെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകണമെന്നുള്ള വിഷയങ്ങൾ. അതിന്റെ ശരി ഉത്തരങ്ങളെ നമ്മൾ അന്വേഷിക്കുകയല്ല, മറിച്ച് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പക്ഷം ചേർന്ന് നിൽക്കേണ്ടത് ദരിദ്രരോടുകൂടെയാണ്. ഞാനും നിങ്ങളും പക്ഷം ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമുള്ളവരോടുകൂടെയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മിൽ പ്രസാദിക്കുമെന്ന് ഈ വേദഭാഗത്തെ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവൻ ന്യായാധിപൻ കൂടെയാണ് എന്നുള്ളത്. അവൻ ന്യായം വിധിക്കുന്നവനാണ്. 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, വലതുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇടത്തുള്ളവരോട് പറയുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞതായ വാക്ക് പ്രകാരമാണ്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. ശപിക്കപ്പെട്ടവരെ, യു കേഴ്സ്ഡ് എന്നത്ര രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡിപ്പാർട്ട് ഫ്രം മീ യു കേഴ്സ്ഡ് into the eternal fire prepared for the devil and his angels. ശപിക്കപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണല്ലോ ശാപവാക്കുകൾ. അത് അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ സഹോദരനിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഒരാളിൽ നിന്നും ഒരു പക്ഷേ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ്. എന്നാൽ അന്ത്യന്യായവിധിയിൽ ഒരു പക്ഷേ കർത്താവ് ദുഷ്ടന്മാരോട്, അനീതി പ്രവർത്തിച്ചവരോട്,
പറയുന്നതായ ഒരു വാക്കാണ് യു കേഴ്സ്ഡ്, ശപിക്കപ്പെട്ടവരെ എന്നുള്ളത്. അതിനോട് ചേർന്ന് ഉള്ള ഭാഗം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. യഥാർത്ഥത്തിൽ നിത്യാഗ്നി, ലേക്ക് ഓഫ് ഫയർ, ആർക്ക് വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്? തന്നെ മറുതലിച്ചു പോയ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ നിത്യ നരകം, നിത്യാഗ്നി ഒരുക്കപ്പെട്ടത്. തന്റെ മക്കൾക്ക് വേണ്ടി ആയിരുന്നില്ല, തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ തന്റെ മക്കൾക്ക് വേണ്ടി ആയിരുന്നില്ല. എന്നാൽ അവർ അനീതി പ്രവർത്തിച്ചപ്പോൾ, അവർ പിശാചിനോട് ചേർന്ന് ദുഷ്ടത പ്രവർത്തിച്ചപ്പോൾ, അവർ അന്യദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ, അവർ മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ, അവർ മറ്റുള്ളവരെ സ്നേഹിക്കാതെയും കരുതാതെയും പോയപ്പോൾ അവരെ വിളിച്ച പേരാണ് യു കേഴ്സ്ഡ്, ശപിക്കപ്പെട്ടവർ എന്നുള്ളത്. ദി കേഴ്സ്ഡ് വൺസ്, ശപിക്കപ്പെട്ടവരായ ആളുകൾ. അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളും പോകാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, ദൈവരാജ്യമായിരുന്നു, സ്വർഗരാജ്യമായിരുന്നു ദൈവം നമുക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ ഒരുക്കപ്പെട്ടിരുന്നത്. ലോകസ്ഥാപനം മുതൽ തന്നെ ഒരുക്കപ്പെട്ടത് ഞാനും നിങ്ങളും ഒക്കെ കർത്താവിനോടുകൂടെ ഒരുമിച്ച് വസിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പുതിയ ആകാശത്തെ കുറിച്ചോ ഒരു പുതിയ ഭൂമിയെ കുറിച്ചോ ഒക്കെയുള്ള സങ്കല്പമായിരുന്നു വരികിൽ, ഇതാ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോകുന്നതായ ഒരു അനുഭവം ഇതാ ഇടത്തുള്ളവർക്ക് ഇടയാവുകയാണ്. അതിന് കാരണം എന്താ? അവർ എന്തെങ്കിലും അനീതി ചെയ്തെന്നോ ഒന്നും പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്ന കാര്യം വലതുള്ളവരോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്തിനു വേണ്ടിയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്? വലതുള്ളവരോട് പറഞ്ഞു എനിക്ക് വിശന്നു. ആ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണ് എന്നൊരു പക്ഷേ ഒരു സംശയം നമുക്ക് തോന്നിയേക്കാം. ഒരുപക്ഷെ വലതുള്ളവരോട് പറഞ്ഞത് ഇടത്തുള്ളവർ കേട്ടു കാണുകയില്ല, അല്ലെങ്കിൽ ഇടത്തുള്ളവർക്ക് കൊടുക്കുന്ന ന്യായവിധിയുടെ ഒരു പ്രത്യേകതയാണ് അവർക്കെല്ലാം നെഗറ്റീവായിട്ടുള്ള മറുപടികളാണ്. ശ്രദ്ധിക്കുക, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. എല്ലായിടങ്ങളിലും 6 പ്രാവശ്യം ഇല്ല ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്നതായ ഒരനുഭവം. പ്രിയമുള്ളവരെ, എന്തൊക്കെയാണോ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ പറയുന്നത്, അത് വീണ്ടും കേൾക്കേണ്ടതായി വരും. ഉണ്ട് എന്ന് പറയുന്നു എന്ന് വരികിൽ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് കേൾക്കാൻ സാധിക്കും. ദരിദ്രൻ അടുത്ത് വരുമ്പോൾ അവനെ ചേർത്തുകൊള്ളുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമായി വരുവീൻ എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും വരുവീൻ, ലോകസ്ഥാപനം മുതൽ തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ള ഈ സുപ്രധാനമായ ഇൻവിറ്റേഷൻ കേൾക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ അടുക്കലേക്ക് ആവശ്യങ്ങളിൽ വരുന്നവരോട് ഇല്ല എന്നുള്ള മറുപടിയാണ് എങ്കിൽ ആ മറുപടി കേൾക്കേണ്ടതായി വരും. ഉവ്വ് എന്നും ആവശ്യക്കാരോട് യെസ് എന്ന് പറയുവാനായിട്ടിടയായാൽ സ്വർഗത്തിലും ദൈവം തമ്പുരാൻ യെസ് എന്ന് മറുപടി പറയാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണെങ്കിൽ, അവരെ അവഹേളിക്കുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ലോകത്തെ രാജ്യം സ്ഥാപിക്കുമ്പോൾ, മിശിഹായുടെ രാജ്യം സ്ഥാപിക്കുമ്പോൾ, ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെടുമ്പോൾ എന്നോടും നിങ്ങളോടും അവൻ പറയും, നിങ്ങൾക്കും ഈ രാജ്യം ഇല്ല എന്ന്. അവനോടുകൂടെ വാഴുവാൻ നിങ്ങൾക്കും സാധ്യമല്ല എന്നുള്ളത് പറയുന്നത് കേൾക്കേണ്ടതായ അവസരം ഉണ്ടാകും. അതുകൊണ്ട് ഈ കാലഘട്ടം ഒരു സുപ്രധാനമായ കാലഘട്ടമാണ്. ഞാനും നിങ്ങളും തീരുമാനമെടുക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കുവാനായിട്ട് കഴിയുമെന്ന് നിശ്ചയമുള്ളവരല്ല. ഓക്സിജൻ ലഭിക്കാതെ പിടഞ്ഞു വീണ് മരിക്കുന്നതായ, കോവിഡ് രോഗത്താൽ വെന്റിലേറ്ററിൽ കിടക്കുന്നതായ ആളുകൾ, ബെഡ് ലഭ്യമല്ലാതെ, ട്രീറ്റ്മെന്റ് ലഭ്യമല്ലാതെ മരണപ്പെടുന്നതായ ആളുകൾ ഒരുപക്ഷെ ഇന്ന് 4 ലക്ഷത്തിലധികം പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന് വരികിൽ, നാളെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾക്ക് അറിയുകയില്ല. നന്മ പ്രവർത്തിക്കുവാൻ, ഒരാളെ കൈനീട്ടി സഹായിക്കുവാൻ ഇന്ന് കഴിയുമെങ്കിൽ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഒന്ന്, അവന് വേണ്ടി വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുക. വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കുന്നതിന് ഇടയിൽ വിശ്വാസം തണുത്തു പോകാതിരിക്കുകയും
അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്നുള്ള രണ്ട് പെർസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്. യാക്കോബ് ശ്ലീഹയാണ് പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അങ്ങനെയെന്ന് വരിൽ പ്രിയമുള്ളവരെ, പ്രവൃത്തിയും വിശ്വാസവും എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കർത്താവിന്റെ ഈ ഒലിവുമല പ്രഭാഷണത്തിൽ നമ്മോട് പറഞ്ഞു തരികയാണ്. കാത്തിരിക്കുകയും വേണം, വിശ്വാസത്തോടുകൂടെ മടുത്തു പോകാതെ കാത്തിരിക്കുകയും വേണം. അതേസമയം ഈ കാത്തിരിപ്പിൽ അവന്റെ ഇഷ്ടം ചെയ്ത് അവനു വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ല എന്ന് വരികിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതായ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. 45-ാമത്തെ വാക്യത്തിൽ ഇടത്തുള്ളവരോട് രാജാവ് പറയുകയാണ്, നമ്മുടെ കർത്താവ് പറയുകയാണ്, അവൻ ന്യായം വിധിക്കുകയാണ്. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന്. ലീഹണ്ടിന്റെ മനോഹരമായ ഒരു കവിതയാണ് അബൂബൻ ആദം. അബൂബൻ ആദം ഒരു സൂഫി സന്യാസിയാണ്. അദ്ദേഹം കാണുന്നതായ ഒരു ദർശനത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പട്ടിക മാലാഖ അവന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അതിൽ അബൂബൻ ആദമിന്റെ പേര് ഇല്ല. അപ്പോൾ അബൂബൻ ആദം ഇപ്രകാരം മാലാഖയോട് പറഞ്ഞു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ എൻ്റെ പേര് കൂടെ ചേർക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ എന്ന്. അടുത്ത ദിവസം വീണ്ടും കാണുന്ന ദർശനത്തിൽ അബൂബൻ ആദമിന്റെ പേര് ഒന്നാമതായി കാണാനായിട്ട് ഇടയായി. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ പ്രാപ്യമാകുന്നതായ ഒരു സ്വർഗരാജ്യ അനുഭവം, എനിക്ക് നിങ്ങൾക്കും പ്രാപ്യമാകുന്നതായ കർത്താവിനോടുകൂടെ വസിക്കുവാൻ വിശ്വസ്ത സഭയായ മണവാട്ടി സഭ കാത്തിരിക്കുന്ന സഭയാണ് എങ്കിൽ, മണവാളനായ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയാണ് എങ്കിൽ, നീതി പ്രവർത്തിച്ചുകൊണ്ടും അവനിൽ വിശ്വസിച്ചുകൊണ്ടും കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ന്യായവിധി? ഈ രാജാവ്, ക്രിസ്തുവാകുന്ന രാജാവ് വിധിക്കുന്നതായ ന്യായവിധി ഇങ്ങനെയാണ്. 46-ാമത്തെ വാക്യം, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവങ്കലേക്കും പോകും എന്നുള്ളത്. നീതിമാന്മാർക്ക് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ് ആണ് എങ്കിൽ, ഇവിടെ ഇടത്തുള്ളവർക്ക് നിത്യ ദണ്ഡനമാണ്. 46-ാമത്തെ വാക്യം, ആൻഡ് ദീസ് വിൽ ഗോ അവേ ഇൻടു ഇറ്റേണൽ പണിഷ്മെന്റ്. അവൻ അധർമ്മികൾക്ക്, ഇടത്തുള്ളവർക്ക് ഇറ്റേണൽ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അവൻ നീതിയുള്ളവർക്ക് നൽകിയിരിക്കുന്നത് ഇറ്റേണൽ ലൈഫാണ്, നിത്യജീവനാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നിത്യജീവന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരുക്കത്തോടുകൂടെ ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വരെ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. രണ്ടാമതായി, ഈ കാത്തിരിപ്പിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യേണ്ടവരായി തീരേണ്ടത് ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ന്യായം വിധിക്കുന്ന നാളിൽ ഞാനും നിങ്ങളും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതായ വചനം, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ളതാണ് എന്ന് വരികിൽ, അപ്രകാരം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വരികിൽ, നമ്മളിലുള്ള വിദ്വേഷവും പിണക്കവും നമ്മളിലുള്ള തെറ്റുകളും എല്ലാം കഴുകിക്കളഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ, കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. എല്ലാവരെയും ചേർത്ത് പിടിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം, അവന് വേണ്ടി ഒരുക്കത്തോടെ ഒരുക്കപ്പെട്ടവരായി കാത്തിരിക്കാം, നന്മ ചെയ്യാം. ഇല്ല എങ്കിൽ നിത്യദണ്ഡനത്തിലേക്ക് പോകും. ശപിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ തക്കോണം നമുക്ക് ഒരു തീരുമാനമെടുക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.